നമുക്കൊരു കുട്ടീനെ നമുക്ക് തല്ലി പഠിപ്പിക്കാൻ പറ്റില്ല. ഡ്രഗ്സിനൊക്കെ അഡിക്റ്റ് ആയി പോകുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടില്ലേ? നമുക്ക് അറിയാൻ പറ്റില്ല, പാരന്റ്സിന് അറിയാൻ പറ്റില്ല. ഷഹബാസിന്റെ കാര്യം നമുക്കറിയാം. ഒരു കൊലപാതകം നടന്നാൽ പോലും അതൊന്നും വലിയ കാര്യമല്ല. കുറച്ച് നാൾ ശിക്ഷയുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് നാൾ മാധ്യമങ്ങളുടെ ശ്രദ്ധയുണ്ടാവും. അത് കഴിയുമ്പോൾ അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകുമെന്നുള്ളൊരു ചിന്ത കുട്ടികളുടെ മനസ്സിൽ വരുന്നത് കൊണ്ടാണ് വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. നമ്മളുടെ കയ്യിലേക്ക് ആ പ്രതിനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തലയും കാലും കൈ തല്ലി ഒടിക്കണം, അല്ലെങ്കിൽ അവരെ കൊന്നിടണം എന്നൊക്കെ നമുക്ക് ഒരു തോന്നും. ഇപ്പൊ അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ പോലും ഇപ്പോഴത്തെ കുട്ടികളെ മനസ്സിലാക്കാൻ കുറച്ചുകൂടി പാടാണ്. കുട്ടികളിൽ അക്രമ സ്വഭാവം വരുന്നത് അത് നന്നാക്കേണ്ടത് വീട്ടിലാണോ അതോ സ്കൂളിലാണോ? ഇപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്ത കണ്ടിരുന്നു, +1 വിദ്യാർത്ഥിയായ ഒരു കുട്ടിയെ ആക്രമിക്കുന്നത്. മീശ വടിച്ചിട്ട് വരണമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടി അത് ചെയ്യാതിരുന്നതിന് ആക്രമിക്കുകയും അതുപോലെ നട്ടലിനും സാരമായി പരിക്കേറ്റ ആ കുട്ടി ഇപ്പോൾ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ നമ്മൾ പുറത്തു വരുമ്പോൾ ശ്രദ്ധിക്കണം. നമ്മുടെ കുട്ടികൾ എത്രത്തോളം സ്കൂളുകളിൽ സുരക്ഷിതരാണ് എന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന ആക്രമിച്ച കുട്ടികളിൽ നമ്മുടെ കുട്ടികളുണ്ടോ എന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം ഇത് സ്കൂളിലാണോ അതോ ഈ പറയുന്നത് പോലെ വീട്ടിൽ പഠിച്ചു വളരേണ്ട കാര്യമാണോ ഈ അക്രമം ഇല്ലാതെ വളരണം എന്നുള്ളത്? നമുക്കൊരു കുട്ടീനെ നമുക്ക് തല്ലി പഠിപ്പിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ നീ അവരെ പോയി ഇടിക്കരുത്, അല്ലെങ്കിൽ നീ അവരെ പോയി ചവിട്ടരുത്, മാന്തരുത്, പിച്ചരുത് എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് ചെയ്തു കഴിഞ്ഞാലേ നമുക്ക് ഇങ്ങനത്തെ സ്വഭാവം കുട്ടിക്ക് ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു പരിധിവരെ പാരന്റിങ് കൊണ്ട് കുറച്ചൊക്കെ നന്നാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിലും ഇപ്പൊ ഹർഷ ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് ഒരു ദിവസം സ്കൂൾ ടൈം ആണ് എന്ന് വെക്കും. സ്കൂൾ ടൈമിൽ ഒരു 3/4 ഭാഗവും ഒരു കുട്ടി ഒരു ദിവസം ചെലവഴിക്കുന്നത് സ്കൂളിലാണ്. അവിടെ നിന്ന് ആളുകളോട് ഇടപഴകിയാണ് ആ കുട്ടി, അതായത് വീട്ടിൽ എത്രത്തോളം നമ്മൾ നന്നായിട്ട് പെരുമാറിയാലും ചില കുട്ടികൾ എന്താ പറയുക കൂട്ടുകെട്ട് കൊണ്ട് സർക്കിൾ കൊണ്ടിട്ട് മാറിപ്പോകുന്ന കുട്ടികളുണ്ട്. ചില നമ്മൾ പാരന്റ്സിനൊക്കെ കണ്ടില്ലേ, ചില അച്ഛനമ്മ അവർ ഭയങ്കര ചിട്ടയോടുകൂടിയും നല്ല രീതിയിലും അവരെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ വളർത്തുന്ന കുട്ടികളായിരിക്കും. പക്ഷെ ഡ്രഗ്സിനൊക്കെ അഡിക്റ്റ് ആയി പോകുന്ന കുട്ടികളെ നമ്മൾ കണ്ടിട്ടില്ലേ? നമുക്ക് അറിയാൻ പറ്റില്ല, പാരന്റ്സിന് അറിയാൻ പറ്റില്ല അവർ ഇത്രയും ഒരു മോശപ്പെട്ട രീതിയിലേക്ക് അവർ പോവുകയാണ് എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോ ഈ പറയുന്ന ഷഹബാസിന്റെ കാര്യം നമുക്കറിയാം. ആ കുട്ടീനെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ കൂടെ പഠിച്ച വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ സീനിയേഴ്സ് ആയിട്ടുള്ളവർ മർദ്ദിക്കുകയും ആ കുട്ടി മരണപ്പെടുകയും ചെയ്തു. എന്നിട്ടും ആ പ്രതിഭാഗത്ത് നിൽക്കുന്ന കുട്ടികൾക്ക്, ആ കുട്ടികൾ പരീക്ഷ എഴുതുകയും അതിനുശേഷം അവർക്ക് റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയും നല്ല മാർക്കോടുകൂടി അവരെല്ലാവരും വിജയിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ എങ്ങനെയുള്ളൊരു കൊലപാതകം നടന്നാൽ പോലും അതൊന്നും വലിയ കാര്യമല്ല. കുറച്ച് നാൾ ശിക്ഷയുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് നാൾ മാധ്യമങ്ങളുടെ ശ്രദ്ധയുണ്ടാവും. അത് കഴിയുമ്പോൾ അതൊക്കെ തേഞ്ഞു മാഞ്ഞു പോകുമെന്നുള്ളൊരു ചിന്ത കുട്ടികളുടെ മനസ്സിൽ വരുന്നത് കൊണ്ടാണോ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്? അല്ലെങ്കിൽ തക്കതായൊരു ശിക്ഷ ഒരു തവണ തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് തക്കതായ ശിക്ഷ നൽകുവാണെങ്കിൽ പിന്നെ അടുത്തതായിട്ട് വളർന്നു വരുന്ന കുട്ടികൾ ആ ഒരു ശിക്ഷ പേടിച്ചിട്ടെങ്കിലും ഈ ഒരു കാര്യത്തിൽ നിന്നും മാറി നിൽക്കില്ലേ? അതായത് മൈനർ ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് ഒരു പരിധിയുണ്ട് ശിക്ഷയ്ക്കൊക്കെ. അത് മൈനോറിറ്റി കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കാണെങ്കിൽ നമുക്കൊരു ശിക്ഷ, ഒരു കഠിനമായിട്ടുള്ള ഒരു ശിക്ഷയൊക്കെ കൊടുക്കാം. ഇപ്പൊ ഈ കഠിനമായിട്ടുള്ള ശിക്ഷ നടപ്പാകുന്നില്ല എന്നുള്ളതാണ് അവിടെ ഇപ്പൊ ഹർഷ പറഞ്ഞപ്പോ എനിക്ക് കുറച്ചുകൂടി കണക്ട് ചെയ്യാൻ പറ്റിയത് അതിനകത്തേക്കാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ചില റേപ്പ് കേസുകളൊക്കെ കണ്ടിട്ടില്ലേ, അവർക്ക് നമ്മൾ വിചാരിക്കും ദൈവമേ നമ്മളുടെ കയ്യിലേക്ക് ആ പ്രതിനെ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തലയും കാലും കൈ തല്ലി ഒടിക്കണം, അല്ലെങ്കിൽ അവരെ കൊന്നിടണം എന്നൊക്കെ നമുക്ക് ഒരു തോന്നും. പക്ഷെ അങ്ങനെയൊന്നും നടക്കുന്നില്ലല്ലോ ഇവിടെ. ഇപ്പൊ പുറം രാജ്യങ്ങളിലൊക്കെ ആണെങ്കിൽ തല വെട്ടിക്കളയും, അല്ലെങ്കിൽ എന്താ പറയാ അതിന് തക്കതായിട്ടുള്ള ശിക്ഷകൾ കൊടുക്കും. ഇവിടെ കുറച്ച് നാൾ കിടത്തും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ജാമ്യത്തിലൊക്കെ ചിലപ്പോൾ പറഞ്ഞു കൊടുന്നിരിക്കും. ഇപ്പൊ ഈ പറഞ്ഞതിൽ ചെറിയൊരു കോൺട്രവേഴ്സി, മൈനർ ആയിട്ടുള്ള കുട്ടികൾക്ക് കഠിനമായ ശിക്ഷ അല്ലെങ്കിൽ ശിക്ഷ ഒന്നും നൽകാൻ നമുക്കൊരു പരിമിതികൾ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ വിഷയം. കാര്യം ഈ പറഞ്ഞ +1 പഠിക്കുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ കൂടെ മറ്റ് ഡിപ്പാർട്ട്മെന്റിലെ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികളായിരിക്കും. അവർക്ക് ഇപ്പോൾ ചിത്ര പറഞ്ഞതുപോലെയാണെങ്കിൽ മൈനർ ആയിട്ടുള്ള കുട്ടികൾക്ക് ശിക്ഷ ലഭിക്കില്ല, അല്ലെങ്കിൽ ചെറിയ ശിക്ഷയിലൂടെ പോരാൻ സാധിക്കും എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കാം ഈ ഒരു ഇത്രയും ക്രൂരമായ മർദ്ദനം നൽകുന്നതും. കൂടിപ്പോയാൽ എന്ത് ശിക്ഷ ലഭിക്കാനാ? കുറച്ച് നാള് ഈ പറയുന്ന പോലെ ജുവനൈൽ ഹോമിലോ അല്ലെങ്കിൽ കുറച്ചുകൂടെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകും. അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് വലിയ ശിക്ഷയൊന്നും ലഭിക്കില്ല. ഇതുപോലെ ഭാവി നശിച്ചു പോകുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഈ ഒരു കുറച്ച് നാൾക്ക് ശേഷം അവർ വീണ്ടും നോർമലായിട്ട് ഒരു ലൈഫിലേക്ക് വരും. ഈ ഒരു ചിന്ത തന്നെയല്ലേ കുട്ടികളെ കൊണ്ട് വീണ്ടും ഇത് ആവർത്തിപ്പിക്കുന്നത്? അതെ, തീർച്ചയായിട്ടും. ശിക്ഷ കിട്ടാതിരിക്കുമ്പോൾ എന്താ വിചാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ തല്ലി പഠിപ്പിക്കണം, അല്ലെങ്കിൽ തല്ലി വളർത്തണം പിള്ളേരെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ അവർക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട്. കാരണം അത് അത്യാവശ്യം. പിന്നെ വീടുകളിൽ ശ്രദ്ധ കിട്ടാതെ അവര് കൂടുതലും സമയം സ്പെൻഡ് ചെയ്യുന്നതോ അവരുടെ കുറെ കാര്യങ്ങളൊക്കെ അവർ തുറന്നു പറയുന്നതോ ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ അടുത്തോ സ്കൂളിലൊക്കെ ആയിരിക്കും. പല എന്താ പറയുക, റിലേഷൻഷിപ്പിലുള്ള ആൾക്കാർ, വളരെ കുഞ്ഞിലെ തന്നെ റിലേഷൻഷിപ്പ് ഒക്കെ തുടങ്ങുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അവരത് ഭയങ്കര സീരിയസ് ആയിട്ടൊക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പൊ അതൊക്കെ എന്താണെന്ന് വെച്ചാൽ ടൈം കിട്ടാത്തതിന്റെ പേരിൽ ഇവരെന്ത് ചെയ്യുക, പുറത്തേക്ക് നമ്മൾ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ പറയും. ഈ ഇഷ്യൂസും കാര്യങ്ങളും നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പല രീതിയിലായിരിക്കും. നമ്മുടെ ഫ്രസ്ട്രേഷൻ പല
രീതിയിൽ പുറത്തേക്ക് വരും. ചില കുട്ടികൾ ഡ്രഗ്സ് യൂസ് ചെയ്ത് അവരുടെ സന്തോഷം ചിലപ്പോൾ അങ്ങനെയായിരിക്കും അവർ കണ്ടെത്തുന്നത്, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ സംസാരിച്ച് അങ്ങനെയായിരിക്കും കണ്ടെത്തുന്നത്. പൈസ വീട്ടിൽ നിന്ന് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് കൊടുക്കാത്ത കുട്ടികൾക്ക് അവരെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുനിന്ന് മോഷ്ടിക്കാനുള്ള ഒരു ടെൻഡൻസി വരുന്നതാ. അവരങ്ങനെയായിരിക്കും അവരുടെ സന്തോഷം കണ്ടെത്തുന്നത്. അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ആഷ് പൂഷ് കാണിച്ച് അവര് പുറത്ത് അങ്ങനെ ചെലവഴിച്ചിട്ടായിരിക്കും അവരുടെ ആശ്വാസം കണ്ടെത്തുക. മറ്റു ചിലവര് ഇങ്ങനെ ആരെങ്കിലും ഒക്കെ അല്ലെങ്കിൽ അവരെന്തെങ്കിലും വേദനിപ്പിച്ചാലോ ചെറിയതായിട്ട് അവർക്ക് ട്രിഗർ ആയാലോ ഇവര് കാണിക്കുക ഭയങ്കരമായിട്ടുള്ള അക്രമ സ്വഭാവമായിരിക്കും അവർ കാണിക്കുന്നത്. ഇത് പല രീതിയിലാണ് പുറത്തേക്ക് വരുന്നത്. നമുക്കറിയാൻ പറ്റില്ല ഇവരുടെ പ്രശ്നം എന്താണെന്നുള്ളത്. ചിലപ്പോൾ ഐഡന്റിഫൈ ചെയ്യാനേ പറ്റില്ല. ഇപ്പൊ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരാളെ എനിക്ക് എത്രത്തോളം മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കാണെങ്കിൽ പോലും ഇപ്പോഴത്തെ കുട്ടികളെ മനസ്സിലാക്കാൻ കുറച്ചുകൂടി പാടാ. കാരണം അവരെപ്പോഴും ഫോണിലാണ്, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെ അവർ പുറത്ത് കാണിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പൊ നമുക്കറിയാം ഈ വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് പരിഷ്കാരങ്ങൾ നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നൽകുന്നുണ്ട്. ഇപ്പൊ സൂംബ ഡാൻസ് ആണെങ്കിലും അങ്ങനെയുള്ള പല കാര്യങ്ങളും അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ എന്നിട്ടും ഈ ഒരു അക്രമ സ്വഭാവം അദ്ദേഹം പറയുന്നത് ഈ പറഞ്ഞ ഡ്രഗ്സിനെതിരെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ലഹരിക്കെതിരെയാണ് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നത്, ഈ ഒരു പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവരുന്നത്. ഈ പറയുന്ന വ്യക്തിക്ക് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാർ തന്നെ വിചാരിച്ചാൽ ഈ കുട്ടികൾക്ക് ഒരു അവബോധം നൽകി ഈ ഒരു അക്രമ സ്വഭാവത്തിൽ നിന്ന് മാറാനും അങ്ങനെ അതിന് സാധിക്കില്ലേ? ഒരു കൗൺസിലിംഗ് കൊണ്ടിട്ട് ഒരു പരിധിവരെയൊക്കെ നന്നാക്കാൻ പറ്റുള്ളൂ. അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് സംസാരിക്കാൻ പറ്റും. പക്ഷെ ഒരാൾ കേൾക്കാനുണ്ട് എന്നുള്ള രീതിയിൽ ഓക്കെ, ഒരു പുറത്തുനിന്ന് ഒരാൾ കേൾക്കാൻ. ഇപ്പൊ ഹർഷ എൻ്റെ മോളാണെന്ന് വെക്കുക. ഹർഷയ്ക്ക് എന്നോട് തോന്നുന്ന ഒരു ആത്മബന്ധം അല്ലെങ്കിൽ എൻ്റെ അടുത്ത് പറയണ അത്ര സുഖം കിട്ടില്ല വേറൊരു കുട്ടിയുടെ അമ്മയുടെ അടുത്ത് പറയുമ്പോൾ. അല്ലെങ്കിൽ അത് നമ്മളുടെ അടുത്ത് തന്നെ പറഞ്ഞ് അത് തീർക്കണം. അല്ലെങ്കിൽ അതിന് പറ്റുന്ന ആൾക്കാർ തന്നെ വേണം. എത്രത്തോളം അത് ക്യൂർ ആവുമെന്ന് അറിയില്ല, പക്ഷെ ഒരു പരിധിവരെ മാറ്റാൻ പറ്റും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ പറയുന്ന അക്രമ സ്വഭാവമുള്ള കുട്ടികളുടെയൊക്കെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ നമ്മൾ എടുത്ത് നോക്കിയാൽ എന്തെങ്കിലും ഒക്കെ ഒരു ഡ്രഗ്സിൽ അടിമപ്പെട്ടിട്ടുണ്ടാകാം. കാരണം ഒരു സാധാരണ ഒരു 15-16 വയസ്സുള്ള ഒരു കുട്ടി ഈ പറയുന്ന രീതിയിലുള്ള ഡ്രഗ്സ് ഇല്ല അല്ലെങ്കിൽ നോർമൽ ആയിട്ട് ജീവിച്ചു പോകുന്ന ഒരു കുട്ടിക്ക് ഒരിക്കലും ഇത്രത്തോളം ക്രൂരമായ ഒരു വ്യക്തിയെ മർദ്ദിക്കാൻ സാധിക്കില്ല. നമ്മളൊക്കെ പഠിക്കുന്ന സമയത്തും കൂട്ടുകാർ തമ്മിൽ വഴക്കുണ്ടാവുക അല്ലെങ്കിൽ അതൊക്കെ സ്വാഭാവികമായിരുന്നെങ്കിലും അതിനെല്ലാത്തും ഒരു പരിധി ഉണ്ടായിരുന്നു. നമുക്ക് പേടിയുണ്ട്, അതെ, ഉള്ളിലൊരു ഭയം ഉണ്ടായിരുന്നു. ആ കുട്ടികൾക്ക് അതില്ല. ആ കുട്ടീനെ നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും പറ്റും എന്നുള്ളത് അത് പറ്റുന്നുള്ള ആൾക്കാർ അറിയും. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം നമ്മൾക്ക് എത്ര പേരൊക്കെ എനിക്കൊക്കെ കുറെ ആൾക്കാരെ തല്ലാൻ തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും നമ്മള് എന്താ പറയാ, അത് നാളെ പ്രശ്നം വരും, വീട്ടിൽ നാളെ വരും, നമ്മളെ വീട്ടിൽ നാളെ വിളിക്കും എന്നൊക്കെ ഒരു പേടി ഉണ്ടാകും. പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് വീട്ടിൽ നാളെ വിളിച്ചാലും പോലീസ് കൊണ്ടുപോയാലും അതൊന്നും ഒരു വിഷയമുള്ള കാര്യമില്ല. ഇതൊക്കെ എന്തോ വലിയ സംഭവമാണ്. ഇതൊക്കെ ഇങ്ങനെ പോലീസ് വരാം അല്ലെങ്കിൽ വീട്ടുകാർ വരും എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് എന്തോ ഒരു വലിയ മൈലേജ് കിട്ടുന്നത് പോലെ, അല്ലെങ്കിൽ അവർ ആ സ്കൂളിൽ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ അവർ ഫേമസ് ആകുമെന്നുള്ളൊരു ചിന്ത കൂടി ഉണ്ടാകും. അതൊരു പോയിന്റാ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രിൻസിപ്പളിനെ ഒരു കുട്ടി വഴക്ക് പറയുന്ന ഒരു വീഡിയോ ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് നാൾ മുന്നേ വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോ ഇതിനെ സപ്പോർട്ട് ചെയ്ത് കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അത്രേ. അതായത് സപ്പോർട്ട് ചെയ്തും ഇങ്ങനെ കുട്ടി കാണിക്കാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട് ആൾക്കാര്. അതായത് ഒരു പ്രശ്നം ഉണ്ടായ 2 തലയ്ക്ക് ആൾക്കാരുണ്ടെന്ന് പറയണ പോലെയാ. അവര് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട്. ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളതുകൊണ്ടായിരിക്കും സംസാരിക്കുന്നതെന്ന്. അതായത് അങ്ങനെ സംസാരിക്കാനായിട്ട് ഇപ്പൊ ഒരു കുട്ടി അത്രയും വലുതായിട്ട് ഒരു മുതിർന്ന ഒരാളെ നമ്മൾ അത്രയും ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തുകൂടാന്നാണ്. അത് എത്ര പേര് ഇപ്പൊ നമ്മള് അങ്ങനെ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുലസ്ത്രീ ആയിട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ആയിട്ട് മുതിർന്ന ആൾക്കാരുടെ അടുത്ത് അങ്ങനെ സംസാരിക്കണം, അതല്ല പറയുന്നത്. കുറച്ചൊരു മയത്തിൽ സംസാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി നല്ലതാ. ഒരു ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും കീപ്പ് ചെയ്യണത് എപ്പോഴും പഠിച്ചു പോകണം നല്ലതാ. നമ്മളിപ്പോ ചില ആൾക്കാര് ഭയങ്കരമായിട്ട് അച്ഛനും അമ്മേനെയൊക്കെ ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞ് ശീലിക്കുന്ന ആൾക്കാർക്ക് പേടി ഉണ്ടാവില്ല. അവര് പുറത്ത് ചെന്നാലും ഇത് തന്നെ കാണിക്കും. കാരണം സ്വന്തം അച്ഛനും അമ്മേനെ അങ്ങനെ വഴക്ക് പറയും, പിന്നെ എനിക്ക് നാട്ടുകാരെ വഴക്ക് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് കൂടുതലും ഉള്ളത്. അപ്പൊ അങ്ങനെ പഠിക്കുന്നതിന്റെ കുഴപ്പം. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോള് ഇതുപോലെ അച്ഛനും അമ്മേനെ ചീത്ത വിളിക്കും. അതായത് കുട്ടിക്ക് എത്ര വയസ്സുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനന്ന് കാണുമ്പോൾ ആ കുട്ടിക്ക് 4 വയസ്സാ. അതായത് എന്താണ് ഇവിടെ വെച്ചേക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ടാണ് സംസാരിക്കുന്നത്. മേ ബി ഭർത്താവ് ഭാര്യനെ ട്രീറ്റ് ചെയ്യണത് കണ്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ വേറെ ആരെങ്കിലും അടുത്ത ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കാം. ആ കുട്ടിക്ക് അതിനകത്ത് ചിലപ്പോൾ തെറ്റ് ചെയ്താൽ ശരിയാന്ന് അറിയാൻ പാടില്ല. പക്ഷെ ആരാ തിരുത്തി കൊടുക്കേണ്ട? ആരാ? പാരന്റ്സ് ആണ് തിരുത്തി കൊടുക്കുന്നത്. പാരന്റ്സ് ഇത് കാണുമ്പോൾ വീഡിയോ എടുക്കുക ചെയ്യുന്നത്, അതെ, സോഷ്യൽ മീഡിയയിലിടാൻ. മനസ്സിലായോ? അതെന്താ വെച്ചാൽ കാണുമ്പോ ആയിട്ട് മാറുന്നുണ്ട് അത്. അപ്പൊ ആ കുട്ടിയുടെ മനസ്സിൽ വരുന്നത് ഇത് തന്നെയാണ് കുറച്ചു മുന്നേ ഞാൻ പറഞ്ഞത്. ഇവരിങ്ങനെ ചെയ്യുമ്പോൾ ഇവരുടെ മനസ്സിൽ എനിക്ക് ഫേമസ് ആകാം, അല്ലെങ്കിൽ 4 ആൾ എന്റെ പേര് പറഞ്ഞാൽ അറിയും, കുറച്ചു പേർക്ക് എന്നോട് ഭയം ഉണ്ടാകുമെന്നുള്ളൊരു ചിന്തയാണ്. ഈ പറയുന്ന അക്രമം ചെയ്യുന്ന കുട്ടികൾ അത് ആര് തന്നെയാണെങ്കിലും എത്ര വയസ്സുള്ളവരാണെങ്കിലും തക്കതായ ശിക്ഷ നൽകി ഇനി ഒരാൾ ചെയ്യുമ്പോൾ അത് ഭയപ്പെടണം.
എന്നുള്ള രീതിയിലുള്ള ശിക്ഷ നൽകുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ ഒരു പറയുന്ന ആക്രമണം കുറച്ചുകൂടി കുറക്കാൻ സാധിക്കും. അപ്പൊ നമുക്കറിയാം പണ്ട് ഈ പറയുന്ന രീതിയിൽ മാഷുമാരൊക്കെ വലിയ വടിയൊക്കെ പിടിച്ച് ചൂരിലൊക്കെ പിടിച്ച് തല്ലിക്കൊണ്ട് അങ്ങനെ കുട്ടികളെ വളർത്തിയിരുന്ന ഒരു സ്കൂൾ ഒരു സമയം ഉണ്ടായിരുന്നു. ആ ഒരു സമയത്തിൽ നിന്നും ഇന്നിപ്പോൾ കുട്ടികളെ പേരിൽ ചൂരൽ പോയിട്ട് ഇറുക്കിലെടുത്ത് തല്ലാൻ പോലും പാടില്ല അധ്യാപകർക്ക്. അങ്ങനെ സംഭവിച്ച ഒരു പാട് വന്നാൽ അത് പാരന്റ്സ് തന്നെ വിഷയമാക്കുന്ന ഒരു കാലമാണ് ഇപ്പോൾ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് എല്ലാത്തിനും പരിധിയുണ്ട്. ആ ഒരു പരിമിതികൾ ലംഘിച്ചുകൊണ്ട് കുട്ടികളുടെ ഇഷ്ടത്തിന് ജീവിക്കുമ്പോഴാണ് ഈ ഒരു അക്രമങ്ങൾ കൂടി വരുന്നത്. ഇത് മാസാണെന്ന് ചിന്തിക്കാതിരുന്നാൽ മതി. അല്ലെങ്കിൽ റാഗിങ് ചെയ്തിട്ട് ഒരാള് സങ്കടപ്പെടുന്നതോ അല്ലെങ്കിൽ അയാളെ വേദനിപ്പിക്കുന്നതോ അയാളുടെ കൈയും കാലും ഒടിച്ചിരുന്നതോ അത് ചെയ്യുന്ന ആൾക്കാർ മാസാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അത് അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ഹേർട്ടാവുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സമാധാനത്തിന്റെ വാതിൽ നിന്നല്ല, മര്യാദക്ക് പറഞ്ഞ് അത് തീർക്കാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ കൊല്ലാനും ചവിട്ടാനും ഒക്കെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുന്നുള്ളതാണ് നമുക്ക് പറയാനേ പറ്റില്ല. അതൊന്നും മാസമായിട്ടുള്ള കാര്യമല്ല. ഇത് പിന്നീട് അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് നമുക്ക് കാണേണ്ടി വരും. കുറച്ച് നാൾ കഴിഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും നമുക്ക് ഇതിന്റെ റിയലൈസേഷൻ ഉണ്ടാകുന്നത്, അന്ന് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നുള്ളത്. അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയിട്ടുണ്ടാവും.